ഹായ് ഡിയേഴ്സ്, +1 തുല്യത എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സമ്പദ് വ്യവസ്ഥകളാണ് നമുക്കുള്ളത്. 1 മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസം. എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനമാണ് മുതലാളിത്തം. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും അധികാരി അല്ലെങ്കിൽ എല്ലാത്തിനും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? മുതലാളി ആയിരിക്കും. ആ പേര് തന്നെ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നല്ലേ. അപ്പം എന്താണ്? സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥയിലായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇല്ലാതാകുന്ന നയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേസിയസ് ഫെയർ പോളിസി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇല്ലാതാകുന്ന നയം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവിടെ ആർക്കാണ്? ഇവിടെ ഗവൺമെൻറ്റിന് ഒരു തരത്തിലുള്ള റോളും ഇല്ല. ഉള്ളത് ആർക്കാണ്? മുതലാളിമാർക്കായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരം ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉൽപ്പാദിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ വില സംവിധാനത്തിലൂടെയാണ് പരിഹരിക്കുന്നത്. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സ്വകാര്യ ലാഭം, സ്വകാര്യ സ്വത്ത്, ഉപഭോക്താവിൻ്റെ പരമാധികാരം, വില സംവിധാനം, ഇതൊക്കെയാണ് മുതലാളിത്ത വ്യവസ്ഥയുടെ പ്രധാന സ്വഭാവങ്ങൾ. ഏതൊക്കെയാണ്? സ്വകാര്യ ലാഭം, സ്വകാര്യ സ്വത്ത്, ഉപഭോക്താവിൻ്റെ പരമാധികാരം, വില സംവിധാനം, ഇതൊക്കെയാണ് മുതലാളിത്ത വ്യവസ്ഥയുടെ പ്രധാന സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വിവിധ തരം സമ്പദ് വ്യവസ്ഥകളാണ് കേട്ടോ ഈ 3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നോക്കാം അല്ലേ. ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥേൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുക? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ മുതലാളിമാരുടെ കയ്യിലാന്ന് പറഞ്ഞില്ലേ, സ്വകാര്യ മുതലാളിമാർ. ഇവിടെ എന്താണ്? ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലും ആയിരിക്കും സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരിക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ഉണ്ടായിരിക്കും. കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടുള്ള എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ പരിഹരിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയാണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് പറഞ്ഞത്? മുതലാളിത്തത്തിൽ വില സംവിധാനത്തിലൂടെ. ഇവിടെയോ കേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ. ഇവിടെ പൊതുമേഖല മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും കേന്ദ്ര ആസൂത്രണ സമിതി നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതിലാണ് ഇത്തരം സമ്പദ് വ്യവസ്ഥയെ കമാൻഡ് എക്കോണമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക? കേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അല്ലേ പരിഹരിക്കുക. അപ്പം എല്ലാം നമ്മൾ ഇങ്ങനെ നിർദ്ദേശങ്ങൾ അവരോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ, അതായത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ കമാൻഡ് എക്കോണമി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ആസൂത്രണം, ജനങ്ങളുടെ ക്ഷേമം, ഇതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ മുതലാളിത്തത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സ്വകാര്യ ലാഭം, സ്വകാര്യ സ്വത്ത്, ഉപഭോക്താവിൻ്റെ പരമാധികാരം, വില സംവിധാനം, ഇതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞാൽ. അവിടെ സ്വകാര്യമാണ്, എല്ലാം സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ സോഷ്യലിസ്റ്റിലേക്ക് വരുമ്പോഴോ ആസൂത്രണം, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ക്ഷേമം, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കൂടുതലും ചെലവഴിക്കുന്നത്. ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നല്ലേ പേര്. അപ്പം എന്തായിരിക്കും? ഇവിടെ രണ്ടും കൂടി കൂടിയതായിരിക്കും അല്ലേ. മിക്സഡ് എക്കണോമിയാണ്. അതായത് രണ്ടും കൂടി കൂടിയതായിരുന്നു ഏതെന്ന് പറയണത്? മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുക? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞ രണ്ടിൻ്റെയും സ്വഭാവ ഗുണങ്ങളാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിലുള്ളതെന്ന് പറഞ്ഞത്. സ്വകാര്യ മേഖല ലാഭം മുൻനിർത്തിയിട്ടാണെങ്കിൽ പൊതുമേഖലയോ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി എവിടെ വരും? മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വരും.
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഈ 3 എഴുതേണ്ടത്. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതാണ്. ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെന്താണെന്ന് എഴുതുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ 3ൻ്റെയും പ്രത്യേക സ്വഭാവങ്ങൾ പറഞ്ഞില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്, ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ.